ഒരുപക്ഷെ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രം നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ നമുക്ക് ഏറ്റവും വലിയ ചോദ്യമായി അള്ളാഹു താല ഉന്നയിക്കുന്നതും നമ്മളെ മാതാപിതാക്കളുടെ കാര്യമാണ്. പല ആളുകളും ചോദിക്കാറുണ്ട്, വാപ്പന്റെയും ഉമ്മന്റെയും കാര്യത്തിൽ എന്തിനാ ഇത്രക്ക് വൈകാരികമായി സംസാരിക്കാറുള്ളത് എന്ന് ചോദിക്കാറുണ്ട്. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. ഞാനിപ്പോ ഓരോ ദിവസവും ഞാൻ എന്റേതായ അധ്വാനങ്ങൾ നടത്തുമ്പോൾ ഏതു വക്തിനും ഞാൻ പടച്ചവനോട് പ്രാർത്ഥിക്കുന്നത് ഒരൊറ്റ പ്രാർത്ഥനയിലൊന്ന്, എന്റെ മക്കൾക്കൊക്കെ ഒരു നല്ല സ്ഥാനം, ഒരു സ്ഥാനത്തെത്തിയിട്ട് എങ്ങനെ മരിപ്പിക്കാകെ റബ്ബേന. യത്തീമല്ലെങ്കിലും ഒരു യത്തീംഖാന പോലുള്ള സ്ഥാപനത്തിൽ പഠിക്കുമ്പോൾ മാസത്തിലെ 2ാമത്തെ ശനിയാഴ്ച കൂട്ടാൻ വരുന്ന അമ്മയും കൊണ്ടുപോകാൻ വരുന്ന വാപ്പനെയൊക്കെ കാണുമ്പോൾ മനസ്സിന് വലിയ സന്തോഷമായിരുന്നു. പക്ഷെ അന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ പഠിക്കുന്ന പലരും പോവാൻ സ്ഥലമില്ലാതെ, ഒരു മാസത്തിൽ ഒരിക്കൽ പോലും പോവാൻ വീടില്ലാതെ, അവസാനം കൊല്ലത്തിലൊരിക്കലും മാത്രം വീട്ടിലേക്ക് പോകുന്നതൊക്കെ കാണുമ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന മക്കളോടും ഞാൻ പങ്കെടുക്കുന്ന സദസ്സിലും പറയാറുണ്ട്, വാപ്പയിമ്മയുള്ളൊക്കെ കാലാണ് സ്വർഗം. നമ്മളെ ജീവിതത്തില് നമ്മൾ ആരെന്ന് ചോദിക്കുമ്പോൾ പറയാനൊരു അഡ്രസ് ഞാനിപ്പോ ഇന്നലെയും പോലും പറഞ്ഞിട്ടുണ്ട് ഒരു പ്രസംഗത്തിൽ, എന്റെ വീട്ടിന്റെ നികുതി എത്രയാന്ന് എനിക്കറിയൂല, സമയമാകുമ്പോഴേക്കും വാപ്പുണ്ടോ അത് അടയ്ക്കും. എന്റെ വീട്ടിൽ എന്ത് വേണം, ഞാനൊരു വീടുണ്ടാക്കുമ്പോ പോലും അതവിടെ മേൽനോട്ടം വഹിച്ചു നോക്കി നിന്ന് ഞാൻ അവിടെ എന്ത് ചെയ്യണമെന്ന് പോലും പറഞ്ഞു തരാൻ മറ്റൊരാളെക്കാളും എനിക്ക് മാർഗദർശിനിയായത് വാപ്പയാണ്. ഓരോ വാപ്പാരും നെഞ്ചി വിരിച്ചു നിന്ന ബലേ ഈ കാണുന്ന സർവ്വ മക്കളുടെയും ജീവിതത്തിലുള്ളൂ. ഒരു ഉമ്മ പോലും സ്വപ്നം കണ്ടത് വാപ്പാന്റെ നെഞ്ചിന്റെ ബലത്തിലാണ്. ആ വാപ്പ വാർദ്ധക്യത്തിലെത്തുമ്പോൾ ഒരുപക്ഷെ വാശിക്കാരനാകും, ഉമ്മ വാശിക്കാരാകും. ചെറുപ്പത്തിലെ വാശി വാർദ്ധക്യത്തിലും വരുന്ന വൈദ്യശാസ്ത്രം പറയുന്നതാണത്, സത്യാണത്. ചെറുപ്പത്തിൽ മക്കൾ വാശി കാണിക്കും. ചിലപ്പോൾ നമുക്ക് എടുക്കാനാവാതെ മാളിന്നൊക്കെ നമ്മളെ മക്കളെ നമ്മൾ നിലത്ത് വെച്ചിട്ട് പറയും, ഇനി അങ്ങ് നടന്നോന്ന്. നമ്മൾ പെണ്ണുങ്ങളൊപ്പനം കുറെ മുന്നോട്ട് നടന്നാലും ഒരടി നടക്കാണ്ട് ആ ചെറിയോൻ അവിടെ തന്നെ ഉണ്ടാവും. അവസാനം നമ്മൾ തോറ്റ് തിരിച്ചു വന്ന് ആ കുഞ്ഞനെടുത്തിട്ട് തിരിച്ചു നടക്കും. നമ്മൾ പറയും, ഓൻ്റെ ഒരു വല്ലാത്ത വാശിട്ടോന്ന്. ഓനത് വാശിയല്ല, ഓന് പേടിയാ, നിങ്ങൾ അവനെ ഉപേക്ഷിക്കോന്നുള്ള പേടി. അതുകൊണ്ട് ഒരടി നടക്കാൻ ഓന് പേടിയാ. നിങ്ങളെ കൈമേൽ ഓന്റെ കൈ ഉണ്ടാവണം എന്നുള്ള ഒരു സന്തോഷാണ് അവിടെ നടക്കാൻ പോലും പ്രേരിപ്പിക്കാതെ നിങ്ങളെ തോളത്തിരിക്കാനുള്ള കാരണം. ഇതേ പേടിയാ വാപ്പാർക്കുമാർക്കും വയസ്സാകുമ്പോ ഉണ്ടാകുക. നിങ്ങൾ കളയോന്നുള്ള പേടി. ആ പേടി വരുമ്പോഴാ ചിലര് വാശിക്കാരാകുന്നത്. ആ പേടി വരുമ്പോഴാ ചില വാപ്പയമ്മയും ചില സമയത്തൊക്കെ വല്ലാണ്ട് വൈകാരികമായി പോകുന്നു. സ്നേഹക്കുറവുകൊണ്ടല്ല, മക്കളുടെ ഇടയിൽ ഞങ്ങൾ ഒന്നിനും അല്ലാണ്ടായി പോകുമെന്ന്. 10-60 കൊല്ലം മക്കൾക്ക് വേണ്ടി ജീവിതം ബാക്കി വെച്ചിട്ടും പിന്നെ 10-20 കൊല്ലം ഏകാന്തതയും സങ്കടവും മാത്ര കൂട്ടത്തിലുള്ളതെങ്കിൽ അറിഞ്ഞിട്ടുണ്ടോ നമ്മൾ നമ്മളെ വാപ്പനെ പറ്റി? വാപ്പാക്കുള്ള വിഷമങ്ങളൊന്നും വാപ്പ പറയുന്നത് ഉമ്മാനോടാ, ഉമ്മ പറയുന്നത് വാപ്പാനോടാ. അതുകൊണ്ട് നമ്മളെ വീടുകളിലൊക്കെ പടച്ചോന്റെ ബർക്കത്തിറങ്ങുന്നത് ഞാൻ ഇപ്പോഴും പറയാറുണ്ട്, വാപ്പന്റെ ഇമ്മന്റെ ഒക്കെ ഒരു ബർക്കത്തുകൊണ്ടാ താങ്ങി നിർത്തപ്പെടുന്നത്. എല്ലാ രംഗത്തും, ഏത് രംഗത്തും ആ ഉമ്മാക്കും വാപ്പാക്കും ഒരു മനസ്സിന് സമാധാനം ഉണ്ടാക്കി യാത്രയാക്കിയാലുള്ളൊരു സ്വസ്ഥത എന്താന്ന് ചോദിച്ചാ പിന്നെ മരിക്കുന്നവരെ നമുക്കൊരു ബേജാറുണ്ടാവില്ല. ഇന്ന് ചില മക്കൾ പറയുന്ന അതാ, എന്റെ കച്ചവടം പൊളിഞ്ഞു ഉസ്താദേ, പക്ഷേ എന്റെ വാപ്പനെയും ഇമ്മനെയും നോക്കാത്തതിന്റെ പേരിലാണ് എനിക്കത് പറ്റിയെന്ന് എനിക്ക് ഇപ്പൊ ഉറപ്പില്ല. എന്താ, ഞാൻ അത്രക്ക് ഭംഗിയിലാ വാപ്പനെയും ഇമ്മനെയും നോക്കി, പക്ഷെ എന്റെ കച്ചവടമൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും ഓനൊരാശ്വാസം. ഇനി സൂക്കേടുള്ളവരും പറയും, എനിക്ക് ഈ സൂക്കേട് വരാൻ കാരണം എന്റെ വാപ്പയുമ്മയും അല്ല, കാരണം എന്റെ കൈമന്ന് സന്തോഷത്തോടെ പോയോല എന്റെ വാപ്പയുമ്മയും. എന്നാൽ അതേ സ്ഥാനത്ത് ഇപ്പോഴും നെഞ്ചിന്റെ ഉള്ളിൽ ബേജാറുണ്ടെടുക്കുന്ന മക്കളുണ്ട്. എന്തിന്റെ പേരില്? പടച്ചോനെ, ഇത് വാപ്പന്റെയും എന്റെയും കുരുത്തക്കേടാണോ എന്നുള്ള ബേജാറ്. ആ ബേജാർ ഇന്നെങ്ങളെയും വിട്ടുപോവുക മണ്ണുക്ക് വെക്കുമ്പോഴാ. ആരെ? ഇന്നെങ്ങളെയും. അക്കാലം വരെ ഇനി ആയുസ്സുള്ളപ്പൊന്ന് പോയി കൈപിടിക്കാൻ പോലും വാപ്പയുമ്മയും ജീവനോടല്ലെങ്കിൽ പിന്നെ ഓലെ കബർ പുറത്ത് പോയിട്ട് അങ്ങോട്ട് നെഞ്ചു പൊട്ടി കരഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. അപ്പൊ അങ്ങനെയൊക്കെയാ ഇപ്പൊ ആ മാർഗത്തിൽ. ഇപ്പൊ അങ്ങനെ ഞാൻ പറയാറുണ്ട്, ബാപ്പ അമ്മ സ്നേഹമൊക്കെ ഇപ്പൊ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെയാ. മാതൃദിനത്തിന്റെ അന്നൊക്കെ രാവിലെ തന്നെ അങ്ങോട്ട് ഉമ്മാന്റെ ഒപ്പം ഒരു ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിലിടും. സ്നേഹത്തിന്റെ, കരുതലിന്റെ, കാരുണ്യത്തിന്റെ, വയറിന്റെ, 9 മാസത്തിന്റെ ഒരു 100 ലൈക്കും 150 ഷെയറും കിട്ടിയ ഓ ഹാപ്പിയായി. ആ അമ്മാനെ പോയി നോക്കിയിട്ട് ഒരു കൊല്ലായി ഉണ്ടാവും. ഇതേപോലെ തന്നെ എല്ലാ രംഗത്തുള്ള ബന്ധങ്ങള്, വാപ്പാന്റെ ബന്ധങ്ങള്. വാപ്പ ഉപയോഗിക്കുന്ന മരുന്ന് ഏതാ അറിയോ? വാപ്പ സ്ഥിരം കാണിക്കുന്ന ഡോക്ടർ ഏതാ? ഉമ്മ കാണിക്കുന്ന ഡോക്ടർ ഏതാ? ഉമ്മാന്റെ റിസൾട്ടില് ഡോക്ടർ എഴുതിയതെന്താ? ചോദിച്ചിട്ടുണ്ടോ ഏതെങ്കിലും മക്കള്?
മരിച്ചമ്മാനെ നോക്കിയിട്ട് വാപ്പനോട് പറഞ്ഞില്ലേ, ഡോക്ടർ ഞാൻ പറഞ്ഞതല്ലേ ആ മക്കളെ അറിയിക്കണം, ഒന്ന് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിപ്പിക്കണമെന്ന്. വാപ്പ പറഞ്ഞു മക്കളെ എന്നെ തരുന്നതിന് കണക്ക് അറിയാമോ ഡോക്ടറെ, ഇനിയിപ്പോ ദൂടി പറഞ്ഞിട്ട് ഞാളെ ആ പൊരേന്ന് പുറത്താക്കണ്ടെന്ന് കരുതിയിട്ടാ. പള്ളു ഇളയോന്റെ പൊരയില, ഓൻ എങ്ങനെയോ നോക്കാട്, ഓനും കൂടി ഒഴിവാക്കിയാ പിന്നെ പോവാൻ പൊരല്ല. ഇങ്ങനത്തെ ഒക്കെ ഒരു വാപ്പന്റെയും ഇമ്മന്റെയും മക്കളാണെങ്കിലേ നിങ്ങൾ കൊട്ടാരുണ്ടാക്കാൻ മത്സരിച്ചോളി, സ്വൈര്യം പടച്ചോൻ തരൂല. അത് അള്ളാഹു പറഞ്ഞ വാക്കാ, ദുനിയാവ് പടച്ചോൻ തരുന്നതാണ്. ഹുക്കൂക്കൽ ഉമ്മഹാത്ത്, ഖബറിൽ പോലും പടച്ചോൻ ഒരു സ്വൈര്യം തരൂല. ബന്ധങ്ങളിൽ ഏറ്റവും മനോഹരത, വാപ്പാക്കൊന്നും കൈമൽ 5 പൈസ അല്ലെങ്കിൽ ആദ്യം വാപ്പാനെക്കൊന്ന് പരിഗണിക്കണം. വാപ്പാന്റെ മുതൽമേൽ കൊട്ടാരുണ്ടാക്കിയോല പലരും. ഉള്ള പറമ്പ് നോക്കിയിട്ട് വാപ്പ പറഞ്ഞ് അവിടെ ഉണ്ടാക്കിക്കോ പോരാന്ന്. ആ വീട്ടിൽ ആകെണ്ടാകുന്ന 5-8 തെങ്ങ് ഓന്റെ പറമ്പിലാ പെട്ട് 3 അനിയന്റെ പറമ്പില്, 2 അനിയന്റെ പറമ്പില്. അവസാനം വാപ്പ തറവാട്ടിൽ പൊലിഞ്ഞുകാനായ പൊരയിലിരിക്കുക. ചെലവിന് എവിടുന്ന ഓന്റെ പറമ്പിൽ ഓൻ തേങ്ങൽപ്പിക്കും, മറ്റോന്റെ പറമ്പിൽ ഓൻ തേങ്ങൽപ്പിക്കും, ഓന്റെ പറമ്പിൽ ഓൻ തേങ്ങൽപ്പിക്കും. ഒരു 5 നയാ പൈസ വാപ്പാന്റെ കൈമേലില്ല. കോടികൾ ഉണ്ടാക്കാനൊന്നുമല്ല. ഒന്ന് പള്ളിക്ക് വരുമ്പോ പേരക്കുട്ടിയൊക്കെ കൈമേൽ ഒരു മുട്ടായി വാങ്ങി കൊടുക്കാൻ പോലും ഒരു 5 പൈസന്റെ ഗതി ഇല്ലാണ്ട് ഒരു കാലത്ത് രാജാക്കന്മാരെ പോലെ ജീവിച്ചവരായിരുന്നു മാതാപിതാക്കള്. ഉമ്മുള്ള കാലത്ത് നമ്മൾ ധനികരാ, ഉമ്മുള്ള കാലത്ത് നമ്മൾ ശക്തരുവാ. കാരണം ഉമ്മുള്ളപ്പം മരിക്കാൻ പറ്റിയാലുണ്ടല്ലോ, ഞാനൊക്കെ വിശ്വസിക്കുന്നുണ്ട് സ്വർഗായിരിക്കും. കാരണം ഒരു ഉമ്മാന്റെ പ്രാർത്ഥന പഠിച്ചോൻ തള്ളൂല, ഒരു ഉമ്മാന്റെ ശാപവും പഠിച്ചോൻ തള്ളൂല. ജീവിച്ചിരിക്കുന്ന കാലത്ത് പല മക്കളെയും ശക്തരായി കൊണ്ടെടുക്കുന്നതേ തന്റെ 95-ാമത്തെ വയസ്സിലും തന്റെ 78 വയസ്സുള്ള ബീരാൻകുട്ടിക്ക് വേണ്ടിയിട്ട് ഉമ്മ പറയാ, പഠിച്ചോനെ ബീരാനെങ്ങി ദീർഘായുസ് കൊടുക്കണേ എന്ന്. ആ വാപ്പനെയും ഇവനെയും മനസ്സിലാക്കാത്ത കോടികൾ ഉണ്ടാക്കിയിട്ട് പെണ്ണുങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് രാജകീയ ജീവിതം നയിച്ചിട്ട് എന്താ കാര്യം? ഞാൻ കുറ്റം പറയല്ലോ. ആകപ്പ മുസ്ലിം ഉമ്മത്തില് ശറയ്യായ മതൊക്കെ ചിലർ പഠിക്കുന്നത് പെണ്ണുങ്ങൾ ഗൾഫ് കൊണ്ടുപോകുന്നതിലും അനന്തര സ്വത്തിൽ ആംഗ്ലമാർക്ക് കിട്ടുന്നതിലൊക്കെയാ. അതേ ഉള്ളൂ ശറയ്യായ. വാപ്പനെ ഇമ്മനെ നാട്ടിൽ ഒറ്റക്കിട്ടിട്ടോ ഗൾഫിക്ക് പെണ്ണുങ്ങളെ കൊണ്ടുവരും. എന്നോട് നാട്ടുകാർ വെച്ച് പള്ളി കമ്മിറ്റിക്കാർ അതെന്താ അങ്ങനെ? 4 മാസത്തിലധികം പെണ്ണുങ്ങളെ പിരിഞ്ഞിരിക്കാൻ പാടില്ല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കൽപ്പന ഉണ്ട്. അപ്പൊ വാപ്പനെ ഇമ്മനെ പിരിഞ്ഞിരിക്കാനോ? ഒരു രാത്രി പിരിഞ്ഞിരിക്കാൻ വന്ന സ്വഹാബിനോട് അള്ളാന്റെ ഹബീബ് പറഞ്ഞു, തിരിച്ചു പോ, വാപ്പനെയും ഇമ്മനെയും നോക്കിയാൽ മതി, ഇനി ഹിജ്റക്കും വരണ്ട ജിഹാദിനും വരണ്ട. അങ്ങനെയാണല്ലോ ഇപ്പൊ ശറയ്യായ മതവിധിയൊക്കെ നമുക്ക് താല്പര്യമുള്ളതിൽ മാത്ര. പെൺകുട്ടികൾ മാത്രമുള്ള ഒരു വാപ്പാന്റെ സ്വത്ത് ആർക്കൊക്കെ പോവും? ആ വാപ്പ മരിച്ചാൽ വാപ്പാന്റെ അനിയന് പോകും, ഏട്ടന് പോകും. കാരണം എന്താ? ആ വാപ്പാക്ക് ആകെ 2 പെൺകുട്ടികളോ 3 പെൺകുട്ടികളോ ഉള്ളത്. പെൺമക്കൾ മാത്രാണെങ്കിൽ സ്വത്ത് വാപ്പാന്റെ ഏട്ടനും അനിയനും പോകും. അത് ശറ, അത് മാത്രമേ ചിലർക്ക് അറിയൂ. അതുകൊണ്ട് തന്നെ മരിച്ച കാക്കാന്റെ സ്വത്ത് വാങ്ങിയേക്കാൻ എന്തോ ഒരു ആവേശ. പെൺകുട്ടികളൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം ഒലിയാരോട് പറയും, ശറ നിയമപ്രകാരം ഞങ്ങൾക്കുള്ള ഇപ്പൊ എത്ര ഉണ്ടാകുക അത് നിങ്ങൾ മാറ്റിക്കാള്. എന്തിനാപ്പ ആങ്ങൾക്ക് ഏട്ടനും അനിയനും ശറയിൽ നിയമം വെച്ചെന്നറിയോ? ഈ മരിച്ചോയോന്റെ മക്കൾക്ക് നിങ്ങൾ വാപ്പയാവാനാ. നിങ്ങളെ മുതൽ എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലേ? ആ മരിച്ചോയ സാധുവിന്റെ സ്വത്ത് എടുത്തിട്ടെങ്കിലും ആ മക്കൾക്ക് നിങ്ങൾ വാപ്പയാവണം. പറ്റില്ലേ? ആ സ്വത്ത് നിങ്ങൾ വാങ്ങാൻ പോലും പാടില്ല. ഇന്ന് ശറ നിയമം എല്ലാവർക്കും അറിയാം. കിട്ടാനുള്ള ഇങ്ങോട്ട് കിട്ടാനുള്ള അങ്ങോട്ട് കൊടുക്കാനുള്ളതിനെ പറ്റി പഠനവും ഇല്ല, ചോദ്യവും ഇല്ല. ജീവിച്ചിരിക്കുമ്പം വാപ്പണ്ട്, മകൻ മരിച്ചോയി, മകന്റെ മക്കൾക്ക് സ്വത്തില്ല. മകന്റെ മക്കൾക്ക് സ്വത്തില്ല എന്ന് പറയാനുള്ള ഒരു കാരണം കൂടി എന്താണെന്നറിയോ? ആ മക്കൾക്ക് വേണമെങ്കിൽ വല്യാപ്പാക്ക് വസിയത്ത് എഴുതിയേക്കാം. ഇസ്ലാമിന്റെ അനന്തര അവകാശ നിയമപ്രകാരം അനന്തരം കിട്ടുന്ന മക്കൾക്ക് വസിയത്ത് ചെയ്തേക്കാൻ പാടില്ല. എന്നാൽ അനന്തരം കിട്ടാത്തവർക്ക് വസിയത്ത് ചെയ്തേക്കാൻ പറ്റും. അപ്പൊ ഈ വാപ്പ ചിന്തിക്കേണ്ടത് എന്താ? എന്റെ മരിച്ചോയോന്റെ മക്കൾ എത്തി മക്കളാ, ഐറ്റിങ്ങൾ ഗതികെട്ടാ ജീവിക്കുന്നതെങ്കിലേ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ വല്യാപ്പ, അതായത് ഈ മരിച്ചോയന്റെ വാപ്പ എന്ത് ചെയ്യണം? ആ മക്കളെ പരിഗണിക്കണം. പക്ഷെ ആ വാപ്പയും കൂടി ഇതൊന്നും ചെയ്യാണ്ട് മരിച്ചുപോയാലോ? ജീവിച്ചിരിക്കുന്ന മക്കൾ പറയും മരിച്ച കാക്കാന്റെ മക്കൾക്ക് സ്വത്തില്ല. എന്തൊരു ഷെറാന! ആൾക്കാർക്ക് അത് മതി, ഇങ്ങോട്ട് കിട്ടാനുള്ളത്. ഞാനിത് കുറ്റായിട്ട് പറയല്ലോ, തിരിച്ചറിയാൻ വേണ്ടി പറയാ. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിലൊക്കെ ബന്ധങ്ങളിലൊക്കെ വാപ്പുള്ള കാലത്ത് നമ്മൾ ആരാ? ധനികരാ, ധനാഢ്യരാ നമ്മള്. അതുകൊണ്ടാണല്ലോ തോളത്തെത്തുന്ന് തോണ്ടിയിട്ടിപ്പ നാളെ മദ്രസയിൽ പരിപാടി ഉണ്ട്, ആ പാതിയൊന്ന് ചാടിയാലും പിറ്റേന്ന് പൈസ മേശപ്പുറത്തുണ്ടാവും. വാപ്പുള്ള കാലത്തുള്ള ധനികരായിരുന്നു ഞാനുങ്ങളൊക്കെ. ഇനി ഇതേപോലെ തന്നെ രക്ഷിതാക്കളോടും പറയാ, മക്കളോടൊന്നും വേർതിരിവ് കാണിക്കരുത്. ഈ പറഞ്ഞ അനന്തര സ്വത്തിലൊക്കെ പല വാപ്പാരും കള്ളത്തരം കാണിക്കുന്നുണ്ട്. ഏതെങ്കിലും മക്കളോട് വേർതിരിവിൽ സ്നേഹത്തിലും സ്വത്തിലും കാണിച്ച ദുനിയാവിൽ 100 ന്യായങ്ങൾ ഉണ്ടെങ്കിലും പടച്ചോന്റെ അടുത്ത് കണക്ക് പറയേണ്ടി വരും.